Assalamualaikum, Namaskaram, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇഫ്താറിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇറാനി പോള. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇതിൻ്റെ ഫില്ലിങ്ങിന് എടുത്തിട്ടുള്ളത് ചിക്കനാണ്. ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചിക്കൻ മാഗ്നേഷൻ ചെയ്യാം. 150 ഗ്രാം ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കേട്ടോ, അത് ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തു. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ പീസ് ലെമൺ സ്ക്യൂസ് ചെയ്തെടുത്തത്, എന്നിട്ട് ഇത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പോളയുടെ മസാല ശരിക്കും വരുന്നത് ഒരു റെഡിഷ് കളറിലാണ്, അതാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പം അതിനേക്കായിട്ട് ഒരു പാൻ എടുക്കുക, അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് സോഫ്റ്റായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മസാലൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഫ്രൈ ചെയ്ത ചിക്കനാണ്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കി പ്രൊസീജിയറും ചെയ്യുന്നത്. അപ്പോൾ ആ ഓയിലിലോട്ട് നമ്മൾ 2 ഉള്ളി അരിഞ്ഞത് ചേർക്കുകയാണ്. ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഇനി ചില്ലി പൗഡറോ അല്ലെങ്കിൽ ഗരം മസാല ഒന്നും ചേർക്കണില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മളൊരു 5-6 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. മസാല കൂടുതലുള്ളത് തന്നെയാണ് ഈ പോളൻ്റെ ഒരു ടേസ്റ്റ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പിലയും കൂടെ കുറച്ച് ചേർക്കുകയാണ്. ഇപ്പം നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാണ്. കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫ്ലേവറാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടാണ് മസാല തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടം പോലെ മാറ്റിയെടുക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പോളയിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 മുട്ട, 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ട്, ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോള തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി
ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇത് കൂടിപ്പോവരുത്, കാരണം നമുക്ക് മസാല ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു കുക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, മസാല അരികിലോട്ട് വെക്കരുത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ വെക്കുക. അരികിലോട്ട് വെച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മൾ മസാലാസൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി പകുതി ബാറ്ററും കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ അരികിലൂടെ ചുറ്റിച്ചൊഴിക്കുക. അതിനുശേഷം സെൻറ്ററിലോട്ട് ഒഴിക്കുക. നമ്മുടെ പോള ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള പോലെ ക്യാപ്സിക്കം, ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളിഷ്ടം പോലെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ലിഡൊക്കെ ക്ലോസ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ സെൻറ്റർ കുക്കായിട്ടില്ല എന്ന് തോന്നുമായിരിക്കും, ആ ഒരു വൈറ്റ് കളർ വരുന്നതുകൊണ്ട്. പക്ഷേ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ആ മേലെ കളറൊന്ന് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് നേരെ മറിച്ചൊരു ഫ്രൈ പാനിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താഴ്ഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാനൊരു പാനിലോട്ട് മാറ്റി. ഇത് ജസ്റ്റ് ഒരു 40 സെക്കൻഡ്സ് ഞാൻ വെച്ചിട്ടുള്ളൂ ഹൈ ഫ്ലെയിമിൽ, ജസ്റ്റ് ആ കളറൊന്ന് മാറിക്കിട്ടാൻ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഇറാനി പോള നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഈ മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഹെവി സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഫ്താറിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ സ്പെഷ്യൽ ഇറാനി പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.